ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ കറന്റ് അഫയേഴ്സിലേക്ക് സ്വാഗതം. ആദ്യത്തെ ന്യൂസ് എന്താണെന്ന് നോക്കാം. PSC യെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. PSC ഇന്നലെ നമ്മൾ പറഞ്ഞാണ് പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി, അതിന്റെ ചെയർമാൻ ആധിർ രഞ്ജൻ ചൌധരിയാണ്. AIIB ഇന്ത്യക്ക് COVID-19 പ്രോബ്ലം ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് $500 million കൊടുക്കുന്ന ന്യൂസ് ഉണ്ട്. $500 million AIIB അറിഞ്ഞിരിക്കണം. ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്. ചൈന ലീഡർഷിപ്പ് റോള് ഉള്ള ഒരു ബാങ്കാണ്. ബെയ്ജിംഗ് ആണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. പക്ഷേ ചൈന കഴിഞ്ഞാൽ അതിൽ ഇന്ത്യയാണ് ഏറ്റവും വലിയ ഷെയർ ഹോൾഡർ. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അറിഞ്ഞിരിക്കണം ബെയ്ജിംഗ് ആണ്. അതില് ഇന്ത്യക്കാരനാണ് അതിന്റെ വൈസ് പ്രസിഡന്റ്. ഇന്ത്യക്കാരനായ വൈസ് പ്രസിഡന്റിന്റെ പേര് DJ പാണ്ഡ്യൻ എന്നാണ്. ഇന്ത്യക്കാരനാണ് വൈസ് പ്രസിഡന്റ്. DJ പാണ്ഡ്യൻ എന്നാണ് പേര്. അതിന്റെ പ്രസിഡന്റിന്റെ പേര് ജിൻ ലിക്വിൻ എന്നായിരുന്നു. ചേഞ്ച് ആയിട്ടുണ്ടോ ചെക്ക് ചെയ്തോളണം. ജിൻ ലിക്വിൻ, അത് ചൈനക്കാരനാണ്. പിന്നീട് വലിയൊരു ന്യൂസ് ഉള്ളതെന്ന് വെച്ചാൽ റിലയൻസ് ജിയോ എല്ലാ ദിവസവും വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിയോയിൽ ആദ്യം ഫേസ്ബുക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് സിൽവർ ലേക്ക് എന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനി ഇൻവെസ്റ്റ് ചെയ്തു. ഇന്നലെ 11,367 കോടി രൂപ, 11,367 crores, 2.32% ഷെയർ വാങ്ങിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു. എഗെയിൻ ഒരു US കമ്പനിയായ വിസ്റ്റ ഇക്വിറ്റി, അതൊരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ്. ഇപ്പൊ ഫേസ്ബുക്ക്, സിൽവർ ലേക്ക്, വിസ്റ്റ ഇക്വിറ്റി ഇവരെല്ലാം കൂടി ചേർന്ന് 60,000 കോടിക്ക് മുകളിൽ ഇപ്പൊ ജിയോയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതുവഴി റിലയൻസ് എന്ന് പറഞ്ഞ കമ്പനി 2021 മാർച്ചോടുകൂടി ഡെറ്റ് ഫ്രീ ആവുക എന്നുള്ള ലക്ഷ്യം കൈവരിക്കുന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. എല്ലാ അമേരിക്കൻ കമ്പനികളും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഈ വർഷം ഗവൺമെന്റ് COVID-19 പശ്ചാത്തലത്തിൽ മാർക്കറ്റ് ബോറോയിങ് 12 ലക്ഷം കോടിയായിട്ട് കൂട്ടാൻ തീരുമാനിച്ചു. 7.8 lakh crores ആയിരുന്നു ബഡ്ജറ്റിൽ പബ്ലിക് ബോറോയിങ് ഗവൺമെന്റ് നടത്തും, മാർക്കറ്റ് ബോറോയിങ് ഗവൺമെന്റ് നടത്തുമെന്ന് പറഞ്ഞിരുന്നത്. ആ 7.8 lakh crores 12 lakh crores ആയിട്ട് കൂട്ടാൻ തീരുമാനിച്ചു. അത് അറിഞ്ഞിരിക്കണം. പിന്നീട് LG പോളിമേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തല്ലോ. ആന്ധ്രയിലെ വിശാഖപട്ടണത്ത് സ്റ്റൈറിൻ എന്ന് പറഞ്ഞ വാതകം ഗ്യാസ് LG പോളിമേഴ്സിൽ നിന്ന് ലീക്കായി കുറെ പേര് മരിച്ചു. അപ്പൊ NGT നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ അവർക്ക് 50 കോടി രൂപ ഫൈൻ ആദ്യഘട്ടമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. NGT നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ, ഇന്ത്യയുടെ എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കോർട്ടാണ് NGT നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനിയായ ഇൻഡിഗോ സാലറി കട്ട് ഏർപ്പെടുത്താൻ തീരുമാനിച്ചു. കാരണം എയർലൈൻ കമ്പനികൾ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഇൻഡിഗോയുടെ CEO റൊണോജോയ് ദത്ത. അതുപോലെ ഓറഞ്ച് സോൺസിലും ഗ്രീൻ സോൺസിലും പിന്നീട് റൈഡിംഗ് കമ്പനിയായ കാറ് പിന്നീട് നമുക്ക് ബുക്ക് ചെയ്ത് ഉപയോഗിക്കുന്നതിനുള്ള ഒരു ട്രാവൽ റിലേറ്റഡ് കമ്പനിയായ ഊബർ പിന്നീട് അവരുടെ ഓപ്പറേഷൻസ് റീസ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഊബറിന്റെ CEO ധാര ഖൊസ്രവ് ഷാഹി ഊബറിന്റെ CEO. റൈഡ് ഹെയിലിംഗ് ആപ്പാണ് ഊബർ അമേരിക്കൻ കമ്പനിയാണ്. പിന്നീട് വേൾഡിലെ ലാർജസ്റ്റ് ഡയമണ്ട് പോളിഷിംഗ് ഹബ്ബാണ് ഇന്ത്യ. അത് ഞാൻ പറഞ്ഞതാണ് 2 ദിവസം മുമ്പ്. വേൾഡിലെ ലാർജസ്റ്റ് ഡയമണ്ട് പോളിഷിംഗ് ഹബ്ബായ ഇന്ത്യയിൽ 10 മില്യൺ ആൾക്കാർ ആ ജോലിയിൽ എൻഗേജ് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ 1 മില്യൺ ആൾക്കാർ, അതായത് 10 ലക്ഷം ആൾക്കാർ. സൂററ്റാണ് അതിന്റെ ഏറ്റവും വലിയ ഹബ്ബ്. പക്ഷെ അതിന്റെ 50% ജോബ് ലോസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ 5 ലക്ഷം പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നത് വലിയൊരു പ്രതിസന്ധി ആ മേഖലയ്ക്ക് സൃഷ്ടിക്കും. അതുപോലെ വളരെ ട്രാജിക് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഇന്നലെ സംഭവിച്ചു. മഹാരാഷ്ട്രയിലാണ് ഔറംഗാബാദ്. അവിടെ റെയിൽ പാളത്തിൽ ഉറങ്ങിക്കിടന്ന മൈഗ്രന്റ് ലേബേഴ്സിന്റെ മുകളിൽ കൂടി ഗുഡ്സ് ട്രെയിൻ പാഞ്ഞു കയറി 16 പേര് മരിച്ചു എന്നൊരു വലിയ വളരെ സാഡനിങ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ട്. മധ്യപ്രദേശുകാരാണ് മരിച്ചവർ മുഴുവനും. മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൌഹാനാണ്. അതുപോലെ മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ ഉദ്ധവ് താക്കറെ. പിന്നീട് മൈഗ്രന്റ് ലേബേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു GOM രൂപീകരിച്ചു. GOM എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് ആണ്. അതിലുള്ളത് മെയിനായിട്ട് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് മിനിസ്റ്റർ തവർ ചന്ദ് ഗെലോട്ട്, അതുപോലെ ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് മിനിസ്റ്റർ സന്തോഷ് ഗാംഗ്വാർ, അതുപോലെ അർജുൻ മുണ്ട ട്രൈബൽ അഫയേഴ്സ് മിനിസ്റ്റർ, പ്രഹ്ലാദ് പട്ടേൽ ടൂറിസം മിനിസ്റ്റർ, ഇവരൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞ് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ CPCBയുടെ എക്സ്പാൻഷൻ അറിയിക്കുക. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, CPCB സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. അതുപോലെ COVID-19 ശേഷം ചൈന വിട്ട് ഒരുപാട് കമ്പനികൾ വരാൻ ചാൻസ് ഉണ്ട് ഇന്ത്യയിലേക്ക്. അവരെ മാക്സിമം അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ 2 സ്റ്റേറ്റുകൾ
അവിടുത്തെ ലേബർ ലോസ് എല്ലാം, ചില ലോസ് വെച്ച് ബാക്കി ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് എല്ലാം അബോളിഷ് ചെയ്തു. അത് നല്ലതെന്നുള്ളൊരു എക്കണോമിക് ടൈംസ് എന്നൊരു എഡിറ്റോറിയൽ ഉണ്ട്. പക്ഷെ അത് വളരെ മോശം എന്നുള്ള രീതിയിൽ വേറൊരു എഡിറ്റോറിയൽ, വളരെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള എഡിറ്റോറിയൽ ഹിന്ദുവിലും ഉണ്ട്. ഈ ഇഷ്യൂവിനെ കുറിച്ച് എഡിറ്റോറിയൽ 2 പത്രങ്ങളിലും ഉണ്ട്. ഈ സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ 2 BJP റൂൾഡ് സ്റ്റേറ്റുകളാണ്. മധ്യപ്രദേശും ഉത്തർപ്രദേശുമാണ് ഇങ്ങനെ ചെയ്തത്. ലേബർ ലോസ് എല്ലാം അവർ അബോളിഷ് ചെയ്തു. 12 മണിക്കൂർ വരെ ജോലി സമയം കൂട്ടാനുള്ള അധികാരം ഒക്കെ അവിടുത്തെ കമ്പനികൾക്ക്, പുതുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികൾക്കൊക്കെ കൊടുത്തു. അങ്ങനെ എപ്പോ വേണമെങ്കിലും ഹയർ ചെയ്യാനും ഫയർ ചെയ്യാനുള്ള അവകാശം കൊടുത്തു. അങ്ങനെ നമുക്ക് ചിലപ്പം തോന്നുന്നു ആന്റി ലേബർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെന്ന്. അത് തന്നെയാണ് ഹിന്ദു പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എക്കണോമിക് ടൈംസ് പറഞ്ഞിരിക്കുന്നത് ഇത് ഈ സിറ്റുവേഷനിൽ ആവശ്യമാണ് എന്നാണ്. അപ്പൊ എന്തായാലും മധ്യപ്രദേശും ഉത്തർപ്രദേശും. അതുപോലെ വളരെ വലിയൊരു സംഭവം നടന്നു. ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം IMD, എപ്പോഴും കാലാവസ്ഥാ നിരീക്ഷണം നടത്തുമ്പോഴും അലർട്ട് കൊടുക്കുമ്പോഴും ഒക്കെ ഇന്ത്യക്ക് മാത്രമാണ് കൊടുക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ അവകാശപ്പെടുന്ന പാക് ഓക്യുപ്പൈഡ് കാശ്മീർ, ഗിൽജിത് ബാൾട്ടിസ്ഥാൻ പോലുള്ള മേഖലകളുണ്ട്. അവിടെയൊന്നും നമ്മൾ ഇത്രയും കാലം പിന്നീട് നമ്മളുടെ വെതർ പ്രഡിക്ഷൻ നടത്തില്ലായിരുന്നു. പക്ഷേ IMD, അതുപോലെ ഇന്ത്യയുടെ നാഷണൽ ബ്രോഡ്കാസ്റ്ററായ ദൂരദർശൻ, ഇവരെല്ലാവരും പാകിസ്ഥാൻ ഒരു മെസ്സേജ് എന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി മുതൽ POKയുടെ വെതർ പ്രഡിക്ഷനും പാക് ഓക്യുപ്പൈഡ് കാശ്മീരുടെ വെതർ പ്രഡിക്ഷൻ നടത്താൻ തീരുമാനിച്ചു. ഗിൽജിത് ബാൾട്ടിസ്ഥാൻ അത് POKയിലുള്ള ഒരു മേഖലയാണ്. അവിടെയും വെതർ പ്രഡിക്ഷൻ നടത്താൻ തീരുമാനിച്ചു. അതുപോലെ കൈലാസ് മാനസരോവർ എവിടെയാണ് നടന്നിരിക്കുന്നത്? ടിബറ്റിലാണ്. കൈലാസ് മാനസരോവർ ഹിന്ദു പിൽഗ്രിമേജ് ഏരിയയാണ്. ശിവനും ആയിട്ട് ബന്ധപ്പെട്ട, ലോർഡ് ശിവയുമായിട്ട് ബന്ധപ്പെട്ട ടിബറ്റിലാണ് നടന്നിരിക്കുന്നത്. ചൈനയുടെ അധീനതയിലാണ്. അതുപോലെ അമർനാഥ്, കാശ്മീരിലെ ഒരു കേവ് ടെമ്പിൾ ആണ് അമർനാഥ്. അതും ലോർഡ് ശിവയായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നീട് ഇൻഫർമേഷൻ ടെക്നോളജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഹെഡ് ആരാണെന്നുണ്ടെങ്കിൽ ഒരു പാർലമെന്ററി കമ്മിറ്റിയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഹെഡ് ശശി തരൂരാണ്. കോൺഗ്രസ് MPയും തിരുവനന്തപുരം MPയായ ശശി തരൂരാണ്. APMCയുടെ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കുക. APMC അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റീസ്. APMCs അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റീസ്. അതുപോലെ ഗ്ലോബൽ വാക്സിൻ മാനുഫാക്ചറായ ഭാരത് ബയോടെക് ഹാസ് റിസീവ്ഡ് സാങ്ഷൻ ഫ്രം ദ കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIR ടു ലീഡ് എ പ്രോജക്ട് ടു ഡെവലപ്പ് എ ഹ്യൂമൻ മോണോക്ലോണൽ ആന്റിബോഡീസ് ആസ് തെറാപ്പി ഫോർ COVID-19 ഇൻഫെക്ഷൻസ്. COVID-19 ഇൻഫെക്ഷൻസിനെ ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഹ്യൂമൻ ആന്റിബോഡീസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള CSIR കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ പ്രൊജക്ടിനെ ലീഡ് ചെയ്യാൻ ഭാരത് ബയോടെക് എന്ന് പറയുന്ന ഗ്ലോബൽ വാക്സിൻ മാനുഫാക്ചർ ഇന്ത്യൻ കമ്പനിയാണ് അവരെ സെലക്ട് ചെയ്തു എന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നിരിക്കുക. അതുപോലെ AMC അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ആണ്. ഈയിടയ്ക്ക് ഫ്രാങ്ക്ലിൻ ടെംപിൾട്ടൺ എന്ന് പറഞ്ഞൊരു കമ്പനി വളരെ ഫേമസ് ആണ്. അസറ്റ് മാനേജ്മെന്റ് കമ്പനീസിൽ വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ഒരു കമ്പനിയാണ് ഫ്രാങ്ക്ലിൻ ടെംപിൾട്ടൺ എന്ന് പറഞ്ഞ കമ്പനി. അവർ COVID-19 പശ്ചാത്തലത്തിൽ ക്യാഷ് ഫ്ലോയുടെ ഒക്കെ സമ്മർദ്ദം ഉണ്ടായപ്പോഴത്തേക്ക് ചില മ്യൂച്വൽ ഫണ്ട് പ്രൊജക്ടുകളെല്ലാം അബ്രപ്റ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. അതൊരു വലിയ ന്യൂസ് ആയിരുന്നു. അതിനെക്കുറിച്ചൊരു ന്യൂസ് ഉണ്ട് ആ പത്രത്തില്. പിന്നീട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ മാനേജിംഗ് ഡയറക്ടറാണ് പവൻ ഗോയങ്ക. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ മാനേജിംഗ് ഡയറക്ടർ പവൻ ഗോയങ്കയാണ്. DPIIT ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആൻഡ് സെക്രട്ടറി ഗുരുപ്രസാദ് മൊഹപത്രയാണ്. DPIIT ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡിന്റെ സെക്രട്ടറി. അതുപോലെ കോർ സെക്ടർ ഇൻഡസ്ട്രീസ് എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഇൻഡസ്ട്രീസിന്റെ എണ്ണം എത്ര നടന്നിരിക്കണം? 8 എണ്ണമാണ്. ഇന്ത്യയിൽ കോർ സെക്ടർ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രീസ് എന്നറിയപ്പെടുന്ന 8 എണ്ണമാണ്. 8 എണ്ണത്തിന്റെ പേര് അറിഞ്ഞിരിക്കുക. സ്റ്റീൽ, സിമന്റ്, ഇലക്ട്രിസിറ്റി, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് റിഫൈനറി പ്രോഡക്ട്സ്. സ്റ്റീൽ, സിമന്റ്, ഇലക്ട്രിസിറ്റി, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് റിഫൈനറി പ്രോഡക്ട്സ്. അതുപോലെ ഇന്ത്യയുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആണ് കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ. ചീഫ് എക്കണോമിക് അഡ്വൈസർ കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യനാണ്. അതുപോലെ മൂഡീസ് പറഞ്ഞിരിക്കുന്ന ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് ഈ വർഷം 0% ആയിരിക്കുന്നത്. 0 നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് പോകില്ല, പക്ഷെ 0 ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഫിനാൻഷ്യൽ 2022 ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് 6.6% ആയിട്ട് വീണ്ടും മാറുകയും ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് ഇന്ത്യയുടെ ജാമിന്റെ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കുക. ജൻധൻ ആധാർ മൊബൈൽ, അതാണ് ജാം എന്ന് പറയുന്നത്. ജൻധൻ ആധാർ മൊബൈൽ. ധർമ്മേന്ദ്ര പ്രധാനാണ് ഇന്ത്യയുടെ പെട്രോളിയം മിനിസ്റ്റർ. ഇന്ത്യയുടെ പെട്രോളിയം മിനിസ്റ്ററാണ് ധർമ്മേന്ദ്ര പ്രധാൻ. ഇന്ത്യയുടെ 2 അഗ്രികൾച്ചർ സീസൺസ് അറിഞ്ഞിരിക്കുക. ഖാരിഫ് സീസണും റാബി സീസണും. റാബി സീസൺ ആൻഡ് ഖാരിഫ് സീസൺ. റാബി സീസണിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അഗ്രികൾച്ചർ ക്രോപ്പ് ഇന്ത്യയിൽ വീറ്റ് ആണ്. റാബി സീസണിൽ അഗ്രികൾച്ചർ ക്രോപ്പ് ഇന്ത്യയിൽ ഏറ്റവും ഫേമസ് വീറ്റ് ആണ്, ഇമ്പോർട്ടന്റ്. അതുപോലെ ഖാരിഫ് സീസണിലാണെങ്കിൽ പാഡിയാണ്. പാഡി.
പിന്നെ വെൽക്കം ചേഞ്ചസ് ടു ലേബർ ലോസ് എന്ന് പറഞ്ഞ ഹിന്ദു എക്കണോമിക് ടൈംസിലെ എഡിറ്റോറിയലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള എഡിറ്റോറിയൽ. എക്കണോമിക് ടൈംസിലത് വെൽക്കം ചേഞ്ചസ് ടു ലേബർ ലോസ് എന്നാണ്. മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ഗവൺമെന്റുകൾ ചെയ്ത ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് എല്ലാം അബോളിഷ് ചെയ്തതിന് പറഞ്ഞിരിക്കുന്നത്. അതേസമയത്ത് ഹിന്ദുവിൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ US ജോബ്ലെസ് ആയിട്ടുള്ള ആൾക്കാരുടെ റേറ്റ് 14.7% ആയിട്ട് ഹൈക്കായി എന്നൊരു ന്യൂസുമുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ. പിന്നീട് ഇനി നമുക്ക് ഹിന്ദുവിലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എക്സ്ട്രാ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കാരണം എക്കണോമിക് ടൈംസ് നോക്കിയാണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്തത്. അതിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ എഡിറ്റോറിയൽസ് ഒക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഹർഷവർദ്ധന്റെ ചില സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ഹർഷവർദ്ധൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ആരാണ് ഹർഷവർദ്ധൻ? ഇന്ത്യയുടെ സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്റ്റർ, ഹെൽത്ത് മിനിസ്റ്ററുമാണ്. പിന്നീട് സൗത്ത് പേജില് GCC എന്താണെന്ന് അറിയിക്കണം. GCC ഗൾഫ് കോഓപ്പറേഷൻ കൌൺസിലാണ്. GCC ഗൾഫ് കോഓപ്പറേഷൻ കൌൺസിലാണ് GCC എന്നറിയപ്പെടുന്നത്, ഗൾഫ് കോഓപ്പറേഷൻ കൌൺസിൽ. പിന്നീട് എഡിറ്റോറിയൽ പേജിൽ കണ്ടംപ്റ്റ് ഫോർ ലേബർ, ഞാൻ പറഞ്ഞില്ലേ കണ്ടംപ്റ്റ് ഫോർ ലേബർ എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ ഞാൻ മിസ്റ്റേക്ക് ആയിട്ട് പറയുന്നതാണ്. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ്. ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ല, പ്രോ ബിസിനസ് ആക്ടിവിറ്റീസ് എന്നുള്ള പേരിൽ ലേബർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ലോസ് അവർ അബോളിഷ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇറാഡിക്കേറ്റ് ഇറ്റ് എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയലുണ്ട്. അത് സുഡാനിൽ ഇപ്പോൾ എടുത്തൊരു ഡിസിഷനെ കുറിച്ചാണ്. ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ. ഇത് സുഡാൻ ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പലതിലും നിലനിൽക്കുന്ന ഒരു വളരെ മോശപ്പെട്ട ഒരു ആചാരമാണ് ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ എന്ന് പറയുന്നത്. അത് സ്ത്രീകളുടെ ചേലാകർമ്മം എന്ന് മലയാളത്തിൽ പറയും. അത് സുഡാനിലും ഈജിപ്തിലും കെനിയയിലും സൊമാലിയയിലും ഒക്കെ വളരെ പ്രിവാലന്റ് ആണ്, ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും. പക്ഷെ അത് സുഡാനിൽ അവിടുത്തെ ഡിക്റ്റേറ്റർഷിപ്പ് സുഡാൻ വർഷങ്ങളോട് ഡിക്റ്റേറ്റർഷിപ്പിലായിരുന്നു. ഒമർ അൽ ബഷീറിന്റെ അതിനുശേഷം ഇപ്പോൾ അവിടെ സുഡാനിൽ ഡെമോക്രസി വന്നു. അതിനുശേഷം ഉള്ള വളരെ നല്ലൊരു മാറ്റമാണെന്നാണ് ഇതിന് ഈ എഡിറ്റോറിയൽ പറഞ്ഞിരിക്കുന്നത്. അത് ഗ്രൗണ്ട് ലെവലിൽ എത്രത്തോളം നടപ്പാക്കുമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ അത് ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുകയാണ് ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ ബാൻ ചെയ്യുന്ന കാര്യം. പിന്നെ ആ രണ്ട് എഡിറ്റോറിയൽസും വായിച്ചു നോക്കുക, വളരെ നല്ല രണ്ട് എഡിറ്റോറിയൽസ് ആണ്. പിന്നെ സ്ലോവർ ഗ്രോത്ത് ആൻഡ് ടൈറ്റർ ഫിസ്ക്കൽ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതും എല്ലാവരും വായിക്കണം. കാരണം എന്ന് വെച്ചാൽ അത് ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റ് എക്സർസൈസിനൊപ്പം നോളജ് കൂടാൻ സഹായിക്കും. ആൻഡ് ഓപ്പോസിറ്റ് എഡിറ്റോറിയൽ പേജ് 7 പേജിൽ വെൻ എ വൈറസ് ഫൈൻഡ് സ്പേസ് ഇൻ ഇന്ത്യസ് ലാർജസ്റ്റ് സ്ലം എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ഇന്ത്യയുടെ ലാർജസ്റ്റ് സ്ലം മുംബൈയിലെ ധാരാവിയാണ്. ഏഷ്യയിൽ തന്നെ ലാർജസ്റ്റ് സ്ലം ആണ് ധാരാവി. അപ്പൊ അവിടെ പാൻഡമിക് ആയിട്ടുള്ള COVID-19 പിടിമുറുക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ്. അതും എല്ലാവരും വായിക്കുക, ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റ് എക്സർസൈസ് ആയിട്ട്. പിന്നീട് അത് കഴിഞ്ഞുള്ള പേജുകളിലൊന്നും നമുക്ക് വലുതായിട്ട് പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെ മറ്റ് പത്രങ്ങൾ നോക്കിയപ്പോ വന്ദേ ഭാരത് മിഷൻ എല്ലാവർക്കും അറിയാമല്ലോ. എക്സ്പാട്രിയേറ്റ് ഇന്ത്യൻസിനെ തിരിച്ചും റീപാട്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അല്ലെങ്കിൽ വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള മിഷനാണ് വന്ദേ ഭാരത് എന്നറിയപ്പെടുന്നത്. നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ് ഓൾറെഡി. പിന്നീട് റേഷൻ കാർഡ് പോർട്ടബിലിറ്റി യൂസേജ് ലോ എന്ന് രാംവിലാസ് പാസ്വാൻ പറഞ്ഞു. ഇന്ത്യയുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം മിനിസ്റ്ററാണ് രാംവിലാസ് പാസ്വാൻ. റേഷൻ കാർഡ് പോർട്ടബിലിറ്റി എന്ന് പറഞ്ഞ വൺ നേഷൻ വൺ റേഷൻ കാർഡ് എന്ന് പറയുന്ന ഒരു സ്കീമിന്റെ അടിസ്ഥാനത്തിലാണ് കൊണ്ടുവന്നത്. എന്നുവെച്ചാൽ നമുക്ക് ബയോമെട്രിക് ഓതന്റിക്കേഷൻ ഉപയോഗിച്ച്, ഞാൻ കേരളക്കാരൻ, തിരുവനന്തപുരത്തുകാരനാണ്, എനിക്ക് എന്റെ ഇവിടെയുള്ള റേഷൻ കടയിലെ കാർഡ് ഉപയോഗിച്ച് എനിക്ക് രാജസ്ഥാനിൽ പോയി റേഷൻ സാധനങ്ങൾ വാങ്ങാം. എന്റെ ബയോമെട്രിക് ID മാത്രം മതി. അപ്പം അതാണ് വൺ നേഷൻ വൺ റേഷൻ കാർഡ് അല്ലെങ്കിൽ റേഷൻ കാർഡ് പോർട്ടബിലിറ്റി എന്ന് പറയുന്നത്. അത് പക്ഷേ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം തീരെ കുറവാണ്. അതാണ് ഈ മൈഗ്രന്റ് ലേബേഴ്സ് ഒക്കെ ഇപ്പം വളരെ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നതാണ് രാംവിലാസ് പാസ്വാൻ പറഞ്ഞിരിക്കുന്നത് ഫുഡിനുമൊക്കെ. പിന്നീട് ഇന്ത്യ ശ്രീലങ്കയ്ക്ക് എസെൻഷ്യൽ മെഡിസിൻസ് സെൻഡ് ചെയ്തു എന്നൊരു ന്യൂസ് ഉണ്ട്. ഇന്ത്യയുടെ സാർക്കിലെ പിന്നീട് സാർക്ക് എന്ന സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ എന്ന റീജിയണൽ ഗ്രൂപ്പിൽ ഇന്ത്യയുടെ പിന്നീട് ഫ്രണ്ടും ഇന്ത്യയുടെ നെയ്ബറും ഒക്കെയാണ് ശ്രീലങ്കയിലേക്കുള്ള ഇന്ത്യൻ ഹൈ കമ്മീഷണറാണ് ഗോപാൽ ബാഗ്ലെ BAGLAY. പിന്നീട് CII എപ്പോഴും ഞാൻ പറഞ്ഞാണ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, CII, അതൊക്കെ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. അതിന്റെ
പ്രസിഡന്റിനൊക്കെ എല്ലാവർക്കും അറിയാം, വിക്രം കിർലോസ്കർ, ചന്ദ്രജിത്ത് ബാനർജിയുടെ ഡയറക്ടർ എന്നുള്ളതൊക്കെയാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ന്യൂസുകൾ എന്ന് പറയാനുള്ളത്. അപ്പം ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നന്നായിട്ട് ഇനി അതെല്ലാം കേട്ട് പഠിക്കുക. താങ്ക് യു.